എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. ക്ലാസ് 9 ചാപ്റ്റർ 1 ആണ്. പ്രയോഗവിശേഷം. അതിൽ പരിതഃ എന്നുള്ളതിൻ്റെ അർത്ഥം ചുറ്റും എന്നാണ്. പരിതഃ ഇതി പദസ്യ യോഗേ ദ്വിതീയ വിഭക്തി. പരിതഃ എന്ന ശബ്ദം പ്രയോഗിക്കുന്നിടത്ത് ദ്വിതീയ വിഭക്തി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പം ചോദ്യത്തിൽ പരിതഃ എന്നുള്ള വാക്ക് കാണുകയാണെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ ദ്വിതീയ വിഭക്തി ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണം നോക്കൂ. പുഷ്പസ്യ, അത് ഷഷ്ഠി വിഭക്തിയിലാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പരിതഃ ഭ്രമരാഹ സന്തി. അപ്പോൾ പുഷ്പസ്യ എന്നുള്ളത് ഷഷ്ഠി വിഭക്തിയിലാണ്. അത് ഉത്തരത്തിലേക്ക് എഴുതുമ്പോൾ പുഷ്പം അത് ദ്വിതീയ വിഭക്തിയിലേക്ക് നമ്മൾ മാറ്റണം. പുഷ്പസ്യ പരിതഃ ഭ്രമരാഹ സന്തി. ഉത്തരത്തിലേക്ക് എഴുതുമ്പോൾ പുഷ്പസ്യ എന്ന് മാറിയിട്ട് അത് ഷഷ്ഠി വിഭക്തിയാണ്. അത് മാറിയിട്ട് പുഷ്പം എന്നുള്ള ദ്വിതീയ വിഭക്തിയിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ബാക്കി വാക്കുകളൊക്കെ അതേപോലെ തന്നെ എഴുതുക. പുഷ്പസ്യ പരിതഃ ഭ്രമരാഹ സന്തി. അതിൽ പുഷ്പം എന്നാക്കി മാറ്റിയിട്ട് പരിതഃ ഭ്രമരാഹ സന്തി അത് അതേപോലെ തന്നെ എടുത്തെഴുതുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനുവരി 2 സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ഇതേപോലെ ഉള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഓൺലൈൻ ട്യൂഷൻ ഹെൽപ്പ് ആവുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.